ഹലോ 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 വാഹന പ്രചാരണ ജാഥയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വോട്ടർമാരെ കാണുകയാണ്. നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തെ കാണാൻ. ഷഹീദ്, ഇതിപ്പോ എവിടെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്? പ്രവർത്തകരുമായിട്ട് അല്പസമയം സംവദിക്കുമോ? ദിവിഷ അദ്ദേഹത്തിന്റെ ജന്മനാടായ പിണറായിയിൽ എത്തിയിരിക്കുന്നു. പിണറായി CPM-ന്റെ പിണറായി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ അദ്ദേഹം കൊടിമരത്തിന് മുമ്പിലിരുന്ന് അദ്ദേഹം തടിച്ചുകൂടിയ നാട്ടുകാരെ, സ്വന്തം നാട്ടുകാരെ, പ്രവർത്തകരെ, പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. അല്പസമയം മുമ്പ് പിണറായി അങ്ങാടിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം കാറിൽ നിന്നിറങ്ങി. പ്രവർത്തകർ ചുറ്റും തടിച്ചുകൂടി മുദ്രാവാക്യങ്ങൾ വിളിയോടുകൂടി മുഖ്യമന്ത്രിക്കുള്ള മുദ്രാവാക്യങ്ങൾ, പിണറായിക്കുള്ള മുദ്രാവാക്യങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കി ചുറ്റും മുദ്രാവാക്യഭരിതമായ ജനക്കൂട്ടത്തിനിടയിലേക്കാണ് മുഖ്യമന്ത്രി പിണറായിക്ക് ഇറങ്ങിയത്. വാഹനത്തിൽ നിന്നിറങ്ങി അദ്ദേഹം അല്പസമയം നടന്നു. ചുറ്റും പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. അങ്ങനെയാണ് തൊട്ടടുത്തുള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയും ഒപ്പമുണ്ട്, അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ ഇങ്ങോട്ടുള്ള റോഡ് ഷോയിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു, കമലയുണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി ഉണ്ട്, KK രാഗേഷ് ഉണ്ട്, ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരുണ്ട്. വലിയ ആവേശത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പിണറായിയിൽ ഇപ്പോൾ അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. അവിടെ നിന്നും പഴയകാല പ്രവർത്തകരായ പല ആളുകളുമുണ്ട്, അവരോടൊക്കെ കുശലാന്വേഷണം നടത്തുന്നു. വോട്ടർമാർ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നു, സെൽഫി എടുക്കുന്നു. അങ്ങനെ വലിയ ആവേശത്തോടുകൂടി പിണറായിയിൽ അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പാർട്ടിയുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയ സ്ഥലത്ത് അദ്ദേഹം തൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയ സ്ഥലത്ത് അദ്ദേഹം ഇപ്പോഴെത്തിയിരിക്കുന്നു. അവിടെ ഈ റോഡ് ഷോ സമാപനം ഇവിടെയാണ്. സമാപനം ഇവിടെ പൊതുയോഗമോ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന അങ്ങനെയുള്ളൊരു പ്രസംഗമോ മറ്റോ സംഘടിപ്പിച്ചിട്ടില്ല. പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങി അദ്ദേഹം അവരുമായി കുശലാന്വേഷണം നടത്തി പിരിയുകയാണ്. റോഡിന് ഇരുവശവും വരുന്ന വഴിയെല്ലാം അങ്ങാടികളിലും മറ്റുമായൊക്കെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, പ്രവർത്തകരുണ്ടായിരുന്നു. ചുവന്ന കൊടിയേന്തി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചിരുന്നു. വാഹനത്തിലിരുന്നാണ് അദ്ദേഹം അവർക്കെല്ലാം പ്രത്യാഭിവാദ്യം നൽകിയത്. പലയിടങ്ങളിലും കുട്ടികൾ പൂക്കളുമായി അദ്ദേഹത്തെ സ്വീകരിച്ചു. അങ്ങനെ റോഡ് ഷോ പിണറായിയിൽ എത്തി, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെത്തി. ഏറ്റവും ഒടുവിൽ പിണറായിയിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തി, സ്വന്തം നാട്ടിലെത്തി. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന് വീട് നിൽക്കുന്ന സ്ഥലത്തോടുകൂടി ഈ റോഡ് ഷോ കടന്നുപോയത്. ഇപ്പോൾ പിണറായിലെത്തി അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് തിരിച്ചിപ്പോൾ വാഹനത്തിലേക്ക് അദ്ദേഹം കയറുകയാണ്. ഇവിടെ വെച്ച് ഈ റോഡ് ഷോ അവസാനിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ തുടർ പ്രചരണത്തിലേക്ക് അദ്ദേഹം മണ്ഡലത്തിൽ നീങ്ങുകയും ചെയ്യും. മണ്ഡലത്തിന് പുറത്തും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ദിവിഷ്, നാളെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരിപാടികളെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? വലിയ പ്രതിസന്ധി അടക്കം സർക്കാരിന്റെ പ്രചാരണ ദിവിഷ നാളത്തെ പരിപാടികൾ, തെരഞ്ഞെടുപ്പ് പരിപാടികൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കൃത്യമായ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പരിപാടികൾ നടക്കും. എന്തായാലും അദ്ദേഹം സംസ്ഥാനത്തെ ഇടതുപക്ഷ മുന്നണിയുടെ LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വം വഹിക്കാനായി അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മണ്ഡലത്തിലുള്ള പ്രചരണം എന്നതിലുപരി സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീപാർന്ന പോരാട്ടം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെയും ഒക്കെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കും അദ്ദേഹം എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള വരും ദിവസങ്ങളിൽ അത്തരം പ്രചരണ പരിപാടികളിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യും. ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങൾ തന്നെയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്ക്, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്കുള്ള മറുപടികൾ, തെരഞ്ഞെടുപ്പിൻ്റെ വികസന വാഗ്ദാനങ്ങൾ, നടപ്പാക്കിയ വികസനത്തെക്കുറിച്ചുള്ള അതിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏറ്റവും പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്ത്, പിണറായി കാലം എന്ന് പറയുന്ന 10 വർഷക്കാലത്തെ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ, വികസനത്തിലൂന്നിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിരിക്കും മുൻതൂക്കം നൽകുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം വികസന വാഹന പ്രചാരണ ജാഥയുടെ വിവരങ്ങളാണ് ഷഹീദ് പങ്കുവച്ചത്.